ഗായ്സ്, എല്ലാവർക്കും തന്നെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു വണ്ടിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. വേറൊന്നുമല്ല, പണ്ട് കാലങ്ങളിലുണ്ടായ ചെറിയൊരു കഥയും കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാനിത് ഈ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. വേറൊന്നുമല്ല, കുട്ടിക്കാലത്തൊക്കെ നമ്മൾ പഠിക്കുന്ന ഒരു കാലഘട്ടം, അത് സ്കൂളിൽ പോകുന്ന കാലഘട്ടം, 5ാം ക്ലാസ് 3ാം ക്ലാസ്, ആ സമയത്തൊക്കെ നമ്മൾ സ്കൂളിലോട്ട് പോകുന്ന സമയത്തൊക്കെ നമുക്ക് ഈ മാർച്ച് സമയങ്ങളിൽ, ഡിസംബർ സമയങ്ങളിലൊക്കെ നമുക്ക് വീടിൻ്റെ അടുത്ത് അവിടെ ഇവിടെയൊക്കെ ഒരുപാട് പൂരങ്ങൾ, ഉത്സവങ്ങളൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ ഈ ഉത്സവപ്പറമ്പിലും പൂരപ്പറമ്പിലൊക്കെ നമ്മൾ പോകുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ കുട്ടികൾ ആഗ്രഹിക്കുന്ന എന്താണെന്ന് പറയുന്നത്, ഇന്നത്തെ കുട്ടികൾ ആഗ്രഹിക്കുന്ന പോലുള്ള കളിപ്പാട്ട് രീതികളൊന്നും അല്ല അന്നെന്ന് പറഞ്ഞാൽ എനിക്ക് കാറുകളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാറുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓടിക്കുമ്പോൾ ലൈറ്റ് കത്തുന്നത്, അതേപോലെ തന്നെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി നമ്മൾ കറക്കി വിടുമ്പോൾ പോകുന്ന വണ്ടികൾ, ഇതിനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്നൊരു കാറിൻ്റെ വില എന്ന് വെച്ചാൽ നമ്മൾ ഉത്സവപ്പറമ്പിൽ നിന്ന് പോയി വാങ്ങിക്കുന്ന ഒരു കാറിൻ്റെ വില 5 രൂപ 10 രൂപ ആ റേഞ്ചൊക്കെയാണ്. അത് ഏകദേശം ഇന്നത്തെ ഒരു 200 രൂപ 300 രൂപ 150 രൂപ ആ റേഞ്ചിലൊക്കെ ഏതാണ്ട് വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അച്ഛനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കാനും പാടില്ല. പുള്ളിക്കാരൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് കരഞ്ഞ് ഊണ് കഴിക്കാതിരുന്ന് പിണഞ്ഞിട്ടൊക്കെയാണ് നമ്മളൊരു പൂരപ്പറമ്പിൽ പോയിട്ടൊരു കാറൊക്കെ വാങ്ങിയത്. അപ്പോൾ അതിയായ ഇഷ്ടമായിരുന്നു കാർ. എന്നിട്ട് ആ കാറ് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നിട്ട് എണ്ണയുടെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ ഓടിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അപ്പോൾ പറഞ്ഞറിയിക്കാമത്തെ ഫീലാണ്. അപ്പം തന്നെ എനിക്കൊരു മനസ്സിലാഗ്രഹമാണ്, ഇപ്പോൾ ഇതേപോലെയുള്ള വണ്ടികളൊക്കെ ഞാൻ വലുതായി ഓടിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഫോറിൻ വണ്ടികളോടാണ് അപ്പോഴും താല്പര്യം. അപ്പോൾ നല്ല നല്ല വണ്ടികൾ മാത്രമേ ഞാൻ പൂരപ്പറമ്പിൽ പോയി മേടിക്കുകയുള്ളൂ. ഈ തട്ടിപ്പൊട്ടി പൊളിഞ്ഞ വണ്ടികളൊന്നും അപ്പോഴും എനിക്ക് താല്പര്യമില്ല. അങ്ങനെ വളരെ ഏകദേശം 10ാം ക്ലാസ്സിലൊക്കെ എത്തിയ സ്കൂളിലൊക്കെ നമ്മുടെ ടീച്ചേഴ്സുമാർ നമ്മളോട് ചോദിക്കും, ചില സമയങ്ങളിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, നിങ്ങൾക്ക് വലുതാകുമ്പോൾ എന്താവാനാണ് ആഗ്രഹമെന്ന് പലരോടായി ചോദിക്കാറുണ്ട്. ഞാനപ്പോൾ എൻ്റെ ഒരു ഇതിൽ പറഞ്ഞു, എനിക്കൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആവണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതങ്ങനെ പറഞ്ഞു വിട്ട് പിന്നീട് യാദൃശ്ചികമായി അതിൽ തന്നെ സംഭവിച്ചു. അങ്ങനെ വിദ്യാഭ്യാസം IT ഒക്കെ കഴിഞ്ഞ് നേരെ മെക്കാനിക്കൽ ഫീൽഡിലേക്കാണ്. മെക്കാനിക്കൽ ഫീൽഡിൽ പോയി ഓരോ വണ്ടികളുടെ സിസ്റ്റങ്ങളും കാര്യങ്ങളൊക്കെ പഠിച്ചു, സ്കാനിങ് കാര്യങ്ങളൊക്കെ പഠിച്ച് അവസാനം ഞാൻ ചെറുപ്പത്തിൽ എന്താണ് ആഗ്രഹിച്ചത് അതിൽ തന്നെ എത്തി. ഇപ്പോൾ ഞാൻ പണിയെടുക്കുന്ന വണ്ടികൾ ബെൻസ്, BMW, ജാഗുവർ, ഫെറാറോ, പജീറോ, പോർഷ, അങ്ങനെയുള്ള ഇമ്പോർട്ടർ വണ്ടികൾ മാത്രമല്ല ഓടിക്കാത്ത വണ്ടികളുമില്ല. ആ ഒരു ഫീൽഡിലെത്തി, ഇല്ലെങ്കിൽ ആ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ നമ്മൾ യാഥാർത്ഥ്യമാകുക എന്ന് പറയില്ലേ, ആ യാഥാർത്ഥ്യമാകുന്ന രീതിയിലേക്ക് തന്നെ തിരിച്ചെത്തി. ഇനി ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു വണ്ടിയൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരാഗ്രഹം. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നമ്മൾ കുന്നോളം കണ്ടാൽ മാത്രമേ നമുക്ക് കുന്നിക്കുരുവോളം കിട്ടുകയുള്ളൂ എന്ന് പലരും പറയാറുണ്ട്. അങ്ങനെ ഈ ദിവസം 2-3 മണിക്കൂറിൻ്റെ ഉള്ളിൽ വണ്ടി ഇതൊരു മെഴ്സിഡീസ് ബെൻസാണ്, അതിൻ്റെ ഒരു എൽബോ മാറ്റാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. സ്റ്റാർട്ടിങ് പ്രോബ്ലമൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം കഴിച്ചു ഫിനിഷ് ചെയ്ത് വണ്ടി